ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യം കാശ്മീർ അതിർത്തിയിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ചൈനയുമായിട്ട് ഇന്ത്യ ഒരു രമ്യതയിലേക്ക് എത്തുന്നു. എസ് ജയശങ്കറുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം രമ്യതയിലേക്ക് എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള സേനാവിന്യാസമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ത്രിപുര അതിർത്തിയിൽ 150 കമ്പനി സൈന്യത്തെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കമാൻഡന്റ് ഫ്ലാഗ് മീറ്റിങ്ങുകളും അടിക്കടി നടക്കുന്നുണ്ട്. ഇതിൽ ഒഫീഷ്യലായി പറയുന്നത് ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മൂലം നുഴഞ്ഞുകയറ്റക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കാശ്മീരിലേക്ക് ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തികളെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ വിഘടനവാദികളോ അല്ലെങ്കിൽ ഭീകര ഗ്രൂപ്പുകളോ കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാകണം ഇത്തരത്തിൽ ഒരു വളരെ ജാഗ്രതയോടെയുള്ള ഒരു സൈനിക വിന്യാസം നടത്തുന്നത്. ഒപ്പം തന്നെ സൈനികർ നിതാന്ത ജാഗ്രതയിലുമാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ മാത്രമല്ല മറ്റ് അതിർത്തികളിലും വളരെ ശക്തമായ സൈനിക വിന്യാസമാണ് നടക്കുന്നത് എന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.